ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ NSS നടത്തിയ നാമജപത്തിനും BJPയുടെ അക്രമത്തിനും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനുമെതിരെ നിലപാട് സ്വീകരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും CPM-നെയും സഹായിക്കുകയും ചെയ്ത SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഉദ്ദിഷ്ടകാര്യദിന ഉപകാര സ്മരണ. വെള്ളാപ്പള്ളി 50 വർഷത്തിലധികമായി പ്രസിഡന്റായിരിക്കുന്ന കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ ടൂറിസം പിൽഗ്രീം സെന്റർ സ്ഥാപിക്കാൻ 4 കോടി നൽകിയതിന് പിന്നാലെ തറക്കല്ലിടൽ ചടങ്ങിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെത്തി. ക്ഷേത്രത്തിലെ പരിപാടിയായതിനാൽ സമയം നോക്കിയാണ് ഭാരവാഹികൾ ഉദ്ഘാടനം തീരുമാനിച്ചത്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെങ്കിലും പിണറായി ആ വിശ്വാസത്തിൽ വെള്ളം ചേർത്തില്ല. കാരണം വെള്ളാപ്പള്ളിക്ക് വേണ്ടിയല്ലേ. തിരുവനന്തപുരത്ത് നിയമസഭയിൽ നടക്കുന്ന സ്റ്റുഡൻസ് പാർലമെന്റിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ ആലപ്പുഴയ്ക്ക് പറന്നു. തിരികെ അതേ ഹെലികോപ്റ്ററിൽ തലസ്ഥാനത്തിറങ്ങും. ഇതിന് മാത്രം ലക്ഷങ്ങളാണ് ചെലവാകുക. സ്വകാര്യ കമ്പനികൾ ഹെലികോപ്റ്ററിന് മണിക്കൂറിൽ 1 ലക്ഷം രൂപ മുതലാണ് ഈടാക്കുന്നത്. മുമ്പ് മുഖ്യമന്ത്രി ഇടുക്കിയിൽ പരിപാടിയിൽ പങ്കെടുക്കാനും തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പോയതും വന്നതും വിവാദമായിരുന്നു. ചേർത്തലയിലെ നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞ് KSDP പരിപാടിയും പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് പറഞ്ഞത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പലപ്പോഴും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. അന്ന് LDF രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. ശബരിമല പ്രശ്നത്തിൽ സർക്കാരിനൊപ്പം നിന്നതിനാണ് വെള്ളാപ്പള്ളി നടേശന് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ ടൂറിസം പിൽഗ്രീം സെന്റർ അനുവദിച്ചതെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. തരാതരം പോലെ പറ്റിക്കൂടി നിന്ന് ഒരു സർക്കാരിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റുന്നതല്ല NSS സംസ്കാരമെന്ന് G സുകുമാരൻ നായർ ആരോപിച്ചിരുന്നു. വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ NSS-ന് ഇരട്ടത്താപ്പാണെന്നും SNDP അടക്കമുള്ള സംഘടനകളോട് ആലോചിക്കാതെയാണ് അവർ നാമജപ ഘോഷയാത്ര നടത്തിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചിരുന്നു. യുവതീ പ്രവേശനത്തോട് യോജിപ്പില്ലെങ്കിലും അതിന്റെ പേരിൽ സർക്കാരിനോട് ഏറ്റുമുട്ടുന്നത് ശരിയല്ലെന്നും കോടതിയെ സമീപിക്കുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞത് സർക്കാരിന് ആശ്വാസമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും സർക്കാരിനൊപ്പം നിന്ന NSS ആചാര സംരക്ഷണത്തിന്റെ പേരിലാണ് അകന്നത്. ദേവസ്വം ബോർഡിൽ മുന്നോക്കക്കാർക്ക് 10% സംവരണം അടക്കമുള്ള കാര്യങ്ങൾ NSS നേടിയെടുക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കൊപ്പം നിന്ന SNDP ആകട്ടെ ചെങ്ങന്നൂരിൽ സജി ചെറിയാന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തു. ശബരിമല വിഷയം വന്നതോടെ വെള്ളാപ്പള്ളി സർക്കാരിനൊപ്പം കട്ടയ്ക്ക് നിന്നു. വനിതാ മതിലിന്റെ മുഖ്യ സംഘാടകനായി വെള്ളാപ്പള്ളി. സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനുമാണ് വെള്ളാപ്പള്ളി. അങ്ങനെ ഇനി എന്തെല്ലാം അദ്ദേഹത്തെ തേടി വരുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.